സ്മൈൽ എന്ന് പറഞ്ഞ സീക്വലായ സ്മൈൽ 2 ഓൾറെഡി തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ ഇത് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഡിജിറ്റലി കണ്ടു. ഗംഭീര പടം. ഫസ്റ്റ് സീസൺ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ അതൊരു മാരക എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അതുവരെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിനെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇങ്ങനെ വെറൈറ്റി ഹൊറർ സിനിമകൾ നമ്മൾ ഒരുപാട് ഈ വർഷം തന്നെ കണ്ടിട്ടുണ്ട്. സോ സ്മൈൽ 2 എന്താണ് പ്രത്യേകത എന്ന് വെച്ച് നോക്കിയപ്പോൾ സ്മൈൽ 1 അതേ പ്രിമേഴ്സ് തന്നെയാണ്, അതേ ഫോളോ അപ്പ് തന്നെയാണെങ്കിലും കുറേ കാര്യങ്ങളിൽ സ്മൈൽ 1 ഒരു വേറെ ലെവലിലേക്ക് ആ ഒരു പ്ലോട്ടിനെ കൊണ്ടുപോകാനായിട്ട് സ്മൈൽ 2 സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ അതേ പ്രിമേഴ്സ് തന്നെയാണെങ്കിലും കുറച്ചും കൂടി വലിയ സ്കെയിൽ ചെയ്തു. പക്ഷെ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ആ ഒരു ക്യൂരിയോസിറ്റി ബിൽഡിംഗ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ആൻഡ് സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു നോർമൽ ഹൊറർ മൂവി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ ആ ഒരു ജോണർ ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ, ഇത് പറയാൻ ഉദ്ദേശിച്ച ജോണർ ഇതാണെന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ആ ഒരു കണക്ഷനും ആ ഒരു ബിൽഡപ്പും ആ ഒരു ഫോളോ അപ്പൊക്കെ തന്നെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് സിനിമ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ അവർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് സിനിമ തുടങ്ങുന്ന തന്നെ ഫസ്റ്റ് പാർട്ടിൻ്റെ തൊട്ടടുത്ത കണ്ടിന്യൂഷനാണ്. എത്രയോ 4-6 ദിവസം കഴിഞ്ഞിട്ടുള്ള ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു കണക്ഷൻ കിട്ടും. പിന്നെ നയോമി സ്കോട്ട്, ആ ഒരു ആക്ട്രസിന് ഇതിലും നല്ലൊരു ക്യാരക്ടർ വേറെ കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല. കരിയറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സാധനമായിരിക്കും എങ്ങനെ പോയാലും. ഒരു അണ്ടർ യൂസ്ഡ് ആക്ട്രസ് ആയിട്ട് തോന്നി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. അത്ര ഗംഭീരമായിട്ട് ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ എല്ലാ ഇമോഷൻസും ഉണ്ട്. നമുക്ക് തന്നെ ഒരു സമയത്ത് നമുക്കൊരു ഫീലിംഗ് തോന്നും ആ ഒരു ക്യാരക്ടറിനോട്, ഇങ്ങനെ എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പല ഷെയ്ഡ്സ് ഉണ്ട് ആ ഒരു ക്യാരക്ടറിന്. ഈ അറൗണ്ട് ഒരു 2 മണിക്കൂർ ഗ്യാപ്പുള്ള സമയം, ആ ഒരു 2 മണിക്കൂറിൽ ഒരു വേവ് പോലെയാണ് ഒരു ക്യാരക്ടർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് നമുക്ക് ഒപ്പം തന്നെ പോകാനും പറ്റുന്നുണ്ട്. സോ ഇത്ര ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് നയോമി സ്കോട്ട്. ആ ഒരു ആക്ട്രസിൻ്റെ പെർഫോമൻസ് കൊണ്ടും ഇതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടിൻ്റെ ആ ഒരു പോക്ക് കൊണ്ടും സിനിമ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ട്രൈ തന്നെയാണെന്ന് പറയാം. ഈ വർഷത്തെ മറ്റൊരു മികച്ച ഹൊറർ മൂവി എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ സ്മൈൽ 2 എന്ന് പറയാം. ഒരുപാട് നല്ല ഹൊറർ മൂവീസ് ഈ വർഷം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഒരു കൂട്ടത്തിൽ മറ്റൊരെണ്ണം കൂടി അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടുവെക്കാം. തിയേറ്ററിൽ നിന്ന് മിസ്സാക്കിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവെക്കാം. ഓൾറെഡി സ്മൈൽ 1 കണ്ടവരാണെങ്കിൽ ഇത് കാണുക. ഡയറക്റ്റ് കയറി കാണരുത്. കാരണം അത് കണ്ടാൽ മാത്രമാണ് എന്താണ് ഇതിൻ്റെ ഒരു പ്രിമേഴ്സ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ആൻഡ് അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇവർ വിട്ടിട്ടില്ല. ഇനിയും ഇവർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ള ചില സീക്വലുകളൊക്കെ ഇറക്കാറുണ്ട്. ചിലപ്പോൾ വെറുതെ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇറക്കി തള്ളുന്ന കുറേ സാധനങ്ങളുണ്ട്. അങ്ങനത്തെ കുറേ സമയം നമുക്ക് കാണാറുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിനൊരു ഇൻറ്റൻഷൻ ഉണ്ട്. ഈ ഒരു സീക്വലിന് എന്തിനാണ് ഇങ്ങനെ ഒരു സീക്വൽ എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഉത്തരം അതിനകത്ത് തന്നെയുണ്ട്. അത് പ്രോപ്പറായിട്ട് നമുക്ക് കണക്റ്റ് ആവും. ആൻഡ് ഇനി അങ്ങോട്ട് അവസാനം ഇതിൻ്റെ ആ ഒരു എൻഡിങ്ങിൽ ഇവർ കൊണ്ടുവയ്ക്കുന്ന സാധനം സ്മൈൽ 2 തീരില്ല. സ്മൈൽ 30 വരെ എടുക്കാനുള്ള സാധനങ്ങളുണ്ട്. സ്പിൻ ഓഫുകളായിട്ടും ഡയറക്റ്റ് സീക്വലുകളൊക്കെ ആയിട്ടും ഈ ഒരു പ്ലോട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഇറക്കാം, പ്രീക്വൽ ഇറക്കാം, സീക്വൽ ഇറക്കാം, സ്പിൻ ഓഫ് ഇറക്കാം എന്ന രീതിയിൽ കൊണ്ട് ഒരു മാരക സെറ്റപ്പിലാണ് ഇവർ കൊണ്ട് നിർത്തി വെച്ചിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും ഈ ഒരു ഫ്രാഞ്ചൈസ് ബിൽഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ നമ്മൾ കുറേ അങ്ങനത്തെ ഹൊറർ ഫ്രാഞ്ചൈസികളൊക്കെ തന്നെ ഹോളിവുഡിൽ കാണാറുണ്ട്. അതിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഹൊറർ ഫ്രാഞ്ചൈസ് കിട്ടാനാവാൻ ചാൻസ് ഉള്ളതെന്നാണ് സ്മൈൽ 2 എൻ്റെ ആ ഒരു പോക്ക് കണ്ടപ്പോൾ. സോ തീർച്ചയായിട്ടും കണ്ടുവെക്കാം. സ്മൈൽ 1 കണ്ടിട്ട് തന്നെ സ്മൈൽ 2 കാണാം. ഡയറക്റ്റായിട്ട് കയറി കാണരുത്. സ്മൈൽ 1 നല്ല ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടാണ്. അതിനേക്കാൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ട്രസിൻ്റെ പെർഫോമൻസ് കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പടമാണ് സ്മൈൽ 2. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.